ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഇത് ജപിച്ചിട്ട് ഈ പറയുന്ന ഒരു വാക്ക് ജപിച്ചിട്ട് നിങ്ങളൊരു നാണയമോ ഒരു നോട്ടോ നിങ്ങളുടെ പേഴ്സിൽ വയ്ക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികം ശിവകൃപയാൽ വളരെ വരാൻ ഉപകരിക്കുന്ന, വളരെ വർദ്ധിച്ചു വരും. ചെയ്ത് നോക്കുക, അപ്പോൾ മനസ്സിലാവും. ഇപ്പം ഞാനീ പറയാൻ പോകുന്ന ഒരു വാക്കെന്ന് പറഞ്ഞാൽ അത് ഒരു ശിവമന്ത്രമാണ്. അത് ഇതുവരെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാത്തൊരു മന്ത്രമാണ്. കേൾക്കുമ്പോൾ മനസ്സിലാവും. ഈ മന്ത്രം ഞാനിവിടെ എഴുതി കാണിക്കാം. അതുകൂടാതെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം. ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ ജപിക്കുക. ഈ മന്ത്രം ജപിച്ചിട്ട് നിങ്ങൾ ഒരു നാണയമോ നോട്ടോ എന്തോ ആയിക്കോട്ടെ ദിവസവും രാവിലെ ഞാൻ ഈ പറയുന്ന രീതിയിൽ ജപിച്ചിട്ട് പേഴ്സിൽ വെക്കുക. ആ പണം നിങ്ങൾക്കന്ന് ഉപയോഗിക്കാം. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പണം പേഴ്സിൽ ഇരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ വിദ്യ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പണം അന്ന് തന്നെ ഉപയോഗിക്കാം, അല്ലെ വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പം ദിവസവും രാവിലെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒരു നാണയമോ ഒരു നോട്ടോ പേഴ്സിനകത്ത് വയ്ക്കണമെന്ന് മാത്രം നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് ഒരു ഗുണമാകും. കാരണം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓട്ടോ ഓടിക്കുന്നവരുണ്ട്, വലിയ ബിസിനസ് നടത്തുന്നവരുണ്ട്, സാധാരണക്കാരുണ്ട്. അപ്പോൾ ഞാനീ പറയുന്ന പല കാര്യങ്ങളും ചെയ്ത് ഏത് തൊഴിലും ഇപ്പം ഓട്ടോ ഓടിക്കുന്ന ഒരാൾ നാളെ മെസ്സേജ് ചെയ്തു, അവർക്ക് നല്ലൊരു തുക ബാങ്കിൽ ഡെപ്പോസിറ്റായിട്ട് ജോലി ചെയ്ത് തന്നെ സമ്പാദിക്കാൻ പറ്റി. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. അത് വിശ്വാസത്തോടെ ചെയ്ത് നോക്കുക. ഞാൻ ഒരു അനുഭവം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ എല്ലാ തരത്തിലുള്ളവർക്കും പല തൊഴിൽ ചെയ്യുന്നവരുടെ എല്ലാവർക്കും ഉയർച്ച ഉണ്ടായിട്ടുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക. നിങ്ങളുടെ ജീവിതം മാറുക. ലളിതമായൊരു കാര്യവും ഒന്ന് ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്ന് വെച്ചാൽ ഞാൻ പരീക്ഷിക്കണമെന്നല്ല പറഞ്ഞത്, ഒന്ന് ചെയ്ത് നോക്കുക, ഒന്ന് ശ്രമിച്ച് നോക്കുക എന്ന് ഉദ്ദേശിച്ചത്. കാരണം ഇതൊക്കെ ശിവമന്ത്രങ്ങളാണ്, അതൊന്നും പരീക്ഷിക്കേണ്ട കാര്യങ്ങളല്ല. പറഞ്ഞപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്, ക്ഷമിക്കുക. ഒന്ന് ചെയ്ത് നോക്കുക, അത്ര തന്നെ. അപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. ഈ വീഡിയോയിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ തലയോട് തന്നെ മാറ്റുന്ന കാര്യങ്ങളാണ്. ചില ആളുകളുടെ നെറ്റിയിൽ ഇവിടെ ഒരു കുഴി കാണും. ചില ആളുകളുടെ ഉള്ളം കൈ കണ്ടമാനം കുഴിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഈ മന്ത്രം ജപിച്ചാൽ മതിയെന്നുള്ളതാണ്. ചിലരുടെ ഓട്ടക്കൈ ആയിരിക്കും, കൈയുടെ വിരലിൻ്റെ ഇടയിൽ നല്ല വിടവ് കാണും, പൈസ എത്രയാണെന്ന് നിൽക്കത്തില്ല. ഇതിനെല്ലാം ഈ മന്ത്രം പൈസ നിൽക്കാനും വരാനും ഒക്കെ ഈ മന്ത്രം നല്ലതാണ്. പിന്നെ ഇത് പേഴ്സിൽ വെക്കാം. അപ്പം അത്ഭുതകരമായി ആ ജപിക്കുന്ന ആളിലേക്ക് ധനം വർദ്ധിച്ചു വരും. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിംഗ് അല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യ, ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്തത്. നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. പറ്റുന്നവർക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ, അറിയാമല്ലോ. എന്നിട്ട് കേട്ടിട്ട് ചെയ്യുന്ന രീതി പറയും. കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ അവർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനിയും വീഡിയോയിലേക്ക് വരികയാണ്. അപ്പോൾ ആ മന്ത്രം ഇതാണ്. ഞാൻ നിങ്ങൾക്ക് എഴുതി കാണിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടെ ഞാൻ എഴുതിയിടാം. യവശിമന നമശിവായ, ആ ശിവായ നമശിവായ ആ മന്ത്രത്തിൻ്റെ തന്നെ ഒരു രഹസ്യ രീതിയാണ്. യവശിമന, യവശിമന. ഇത് നിങ്ങൾ ജപിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ ഇടത് കയ്യിൽ 1 രൂപ നോട്ടോ, അല്ലെങ്കിൽ 1 രൂപ നോട്ടല്ല, 1 രൂപ നാണയമോ, അല്ലെങ്കിൽ എത്ര രൂപ, 1 രൂപ ആയിട്ട് 5 രൂപ ആയിക്കോട്ടെ, ഒരു നാണയമോ, അല്ലെങ്കിൽ 10 രൂപയുടെ നോട്ടോ, എന്തോ ആയിക്കോട്ടെ, ഒരു നോട്ടോ അല്ലെങ്കിൽ ഒരു നാണയമോ ഇടത് കയ്യിൽ പിടിച്ച് ഇടതുകാലം മുന്നോട്ട് വെച്ച് ഈ മന്ത്രം ജപിക്കുക. യവശിമന. അപ്പോൾ അതിൽ ഓരോ അക്ഷരവും പെറുക്കി ജപിക്കണം വാഗുണ്ട്. യവശിമന. ഓരോ അക്ഷരത്തിലൂടെ മനസ്സ് കടന്നു പോകണം. വാഗുണ്ടാണ് ജപിക്കേണ്ടത്. യവശിമന എന്ന് ഒരു 3 തവണയോ അല്ലെങ്കിൽ ഒരു മിനിറ്റോ, 3 തവണ ജപിച്ചാലും മതി. എന്നിട്ട് ഇടത് കൈയിൽ പിടിച്ചിരിക്കുന്ന, ഇതിപ്പം നിങ്ങളുടെ ഇടത് കൈ, എൻ്റെ ഇടത് കൈ തന്നെ ഇത് പക്ഷേ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ വലത് കൈയായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇടത് കൈ പറയുന്നത് കേൾക്കുക കേട്ടോ. അപ്പോൾ ഇടത് കൈ പിടിച്ച് ഇടതുകാലം മുന്നോട്ട് വെച്ച് ജപിക്കണം. എന്നിട്ട് ഇടത് കൈ ഇരിക്കുന്ന ഈ പണം നിങ്ങൾ കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ പേഴ്സിൽ വയ്ക്കുക. എന്നിട്ട് ആ പൈസ അപ്പം തന്നെ വേണം എടുക്കാം, അല്ല ഉപയോഗിക്കാം, അതിനകത്തൊന്നും കുഴപ്പമില്ല. ഈ നിത്യേന രാവിലെ ചെയ്യുക. യവശിമന അത്ഭുത മന്ത്രമാണ്. പണം വർദ്ധിച്ചു വരും. നിങ്ങൾ ചെയ്ത് നോക്കുക. വിശ്വാസത്തോടെ കൂടി ചെയ്യണമെന്ന് മാത്രം.
ഇതിൻ്റെ അകത്ത് ചില മന്ത്ര രഹസ്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം മാത്രം ഞാൻ പറഞ്ഞു തരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. കുറേ രഹസ്യങ്ങളുള്ളൊരു ശിവമന്ത്രമാണ് ഈ മന്ത്രം. അപ്പം ഇത് നിങ്ങളിലേക്ക് സമ്പത്ത് വരാൻ വേണ്ടി ഭഗവാന്റെ ഒരു മന്ത്രമാണ്. മാത്രമല്ല ഈ പേഴ്സിൽ ഇത് ദിവസവും നമ്മൾ വെക്കുന്നു. അപ്പം തന്നെ അല്ലെ അത് കഴിഞ്ഞ് ആ പൈസ നമുക്ക് ഉപയോഗിക്കാം, അതിനകത്ത് കുഴപ്പമില്ല. ഈ വിദ്യ ചെയ്യുമ്പോൾ ആ പണം പേഴ്സിൽ നിന്ന് നമ്മൾ വേറെ കാര്യത്തിന് ഉപയോഗിക്കുക. അല്ലാതെ പേഴ്സിൽ സ്ഥിരമായിട്ട് ആ ഉപയോഗിക്കുന്ന നോട്ടോ നാണയമോ സ്ഥിരമായിട്ട് വെക്കണ്ട. ദിവസവും വേറെ വേറെ നോട്ടോ അല്ലെ നാണയം ഉപയോഗിക്കാം. അത് പേഴ്സിൽ വെച്ചാലും അത് ദിവസം എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുക. അത് വെച്ചുകൊണ്ടിരിക്കേണ്ട. ഇനി വെച്ചാലും കുഴപ്പമില്ല, എന്നാലും വെച്ചുകൊണ്ടിരിക്കേണ്ട. അത് നമുക്കത് ഉപയോഗിക്കാം. കാരണം ഈ പണം അല്ലെങ്കിൽ ഈ നാണയം നിങ്ങളത് വെളിയിലേക്ക് പോകുമ്പോഴാണ് നിങ്ങളിലേക്ക് സമ്പത്ത് വരുന്നത്. അതാണ് ഈ വിദ്യയുടെ ഒരു രഹസ്യം. ഈ മന്ത്രം ജപിച്ച ഈ നാണയം അല്ലെങ്കിൽ നോട്ട് നിങ്ങൾ വെളിയിലേക്ക് ചിലവാക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് ആ സമൃദ്ധി വരുന്നത്. ഇനി ചിലവാക്കി ഇല്ലെന്നുണ്ടെങ്കിലും സമൃദ്ധി വരും, അതിൻ്റെ അത് സംശയമൊന്നും വേണ്ട. പക്ഷേ നമുക്ക് ആ പൈസ അന്ന് തന്നെ ചിലവാക്കാം, ഒരു കുഴപ്പമില്ല. വെച്ചുകൊണ്ടിരിക്കുകയൊന്നും വേണ്ട. ഇനി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇതൊരു അത്ഭുത വിദ്യയാണ്. നമ്മുടെ മണി ബ്ലോക്ക് മാറുമെന്നുള്ളതാണ്. പണത്തിൻ്റെ തടസ്സം മാറും. മാത്രമല്ല നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരും. പണം, സമ്പത്ത്, ഐശ്വര്യം, ഇതെല്ലാം. പണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഊർജമാണ്. ഈ ഊർജം പ്രപഞ്ച ബോധവുമായി കണക്റ്റ് ആകുമ്പോഴാണ് നമ്മളിലേക്ക് ആ സമൃദ്ധി ഉണ്ടാകുന്നത്. ശനിയാഴ്ച ദിവസം ഈ മന്ത്രം ജപിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ ആർക്കെങ്കിലും ഒരു ദാനധർമ്മങ്ങളെ പറ്റുന്ന പോലെ ഈ മന്ത്രം ജപിച്ചു പണം കൊടുക്കുന്നത് നല്ലതാണ്. അത് പണം വർദ്ധിച്ചു വരും. പറ്റുന്ന പോലെ ചെയ്യുക. ശനിയാഴ്ചകളിൽ ഈ മന്ത്രം ജപിച്ച ക്ഷേത്രങ്ങളിൽ ഒരു ദക്ഷിണ സമർപ്പിക്കാൻ നല്ലതാണ്. 1 രൂപയോ 5 രൂപയോ എത്രയാണെന്ന് വെച്ചാൽ കാണിക്കയിൽ നിങ്ങളെ ഉള്ള പോലെ. അത് ശിവക്ഷേത്രത്തിൽ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും ശനിയാഴ്ച ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ശനിയാഴ്ച ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഈ മന്ത്രം നിങ്ങൾ ദിവസവും രാവിലെ ഈ മന്ത്രം ജപിച്ച് പേഴ്സിൽ പണം വയ്ക്കണം. നിങ്ങൾക്ക് അത് ദിവസവും ചെയ്യുക. നിങ്ങളിലേക്ക് ആ സമ്പത്ത് വരാൻ വേണ്ടി ഉപകരിക്കും. യവശിമന, ആ നമശിവായയുടെ തന്നെ ഒരു രഹസ്യ രീതിയാണ് യവശിമന. ഇത് സാമ്പത്തികം നിങ്ങളിലേക്ക്, പണം നിങ്ങളിലേക്ക് ഒഴുകി വരുന്ന, സമൃദ്ധി നിങ്ങളിലേക്ക് ഒഴുകി വരുന്ന ഒരു വിദ്യയാണ്. അപ്പം ഇത് ഇനിയും വെളുപ്പിനെ ഒരു 5:05 5:15 ഇടയ്ക്ക് എഴുന്നേറ്റ് ഈ മന്ത്രം നിങ്ങൾ കൈയും കാലും മുഖം നനച്ചിട്ട് വാ കൊണ്ട് ജപിച്ചാലും വളരെ സമൃദ്ധി ജീവിതത്തിലേക്ക് കടന്നു വരും. യവശിമന 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 യവശിമന, ഓരോ അക്ഷരം സ്പഷ്ടമായിട്ട് ജപിക്കണം കേട്ടോ. യവശിമന യവശിമന, വാ കൊണ്ട് രാവിലെ 5:05 5:15 ഇടയ്ക്ക് ഈ മന്ത്രം നിങ്ങൾ ജപിച്ചാലും വെളുപ്പിനെ 5:05 5:15 ഇടയ്ക്ക് രാവിലെ എഴുന്നേറ്റ് ഈ ഒരു മന്ത്രം നിങ്ങൾ ഒരു 10 മിനിറ്റ്, അതായത് 5:05 5:15 ഇടയ്ക്ക് ഈ മന്ത്രം യവശിമന വാ കൊണ്ട് ജപിക്കുക. അത് കിഴക്കോട്ടിരുന്ന് ജപിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ കാര്യങ്ങൾ, ഐശ്വര്യങ്ങൾ ഉണ്ടായി വരും. ഇതൊരു രഹസ്യവിദ്യയാണ്. ഇത് ആവശ്യമുള്ളവർ ചെയ്യുക. ഏതായാലും പണം പേഴ്സി വെക്കുന്ന എല്ലാവർക്കും ചെയ്യുക. പിന്നെ ശനിയാഴ്ച ദാനധർമ്മങ്ങളും പറ്റുന്ന പോലെ അതെല്ലാവർക്കും ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വെളുപ്പിനെ എഴുന്നേറ്റ് അത് ചെയ്താൽ ഫലം നിശ്ചയമാണ്. ആവശ്യമുള്ളവർ ചെയ്യുക. അതുപോലെ പച്ചപ്പട്ടിനകത്ത് ഈ മന്ത്രം ജപിച്ച് ശനിയാഴ്ചകളിൽ പണം വയ്ക്കുന്നതും ചൊവ്വാഴ്ചകളിൽ പണം വയ്ക്കുന്നതും പണം വർദ്ധിച്ചു വരും. വെച്ചാൽ വെച്ച പണം തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ആവശ്യമുണ്ട്, അതിനകത്തൊന്നും കുഴപ്പമില്ല. പക്ഷെ വയ്ക്കുക എന്നുള്ളതാണ്. ചൊവ്വാഴ്ചകളിലും ശനിയാഴ്ചകളിലും രാവിലെ ഒരു സൂര്യോദയത്തിന് മുമ്പ് 6:30 മുമ്പ് ഈ മന്ത്രം ജപിച്ച് പണം വെക്കുന്നതും പണം വർദ്ധിച്ചു വരും. പച്ചപ്പട്ട് അത് നമുക്ക് ഇവിടെ ജൗളിക്കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അല്പം പച്ചപ്പട്ട് മേടിച്ചാൽ മതി. ഈ വിദ്യയും സമ്പത്തുണ്ടാകുന്നതാണ്. ഇത് ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക. ഇപ്പം ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന. പുരുഷന്മാർക്ക് വലത് കൈ കൊണ്ടും സ്ത്രീകൾക്ക് ഇടത് കൈ കൊണ്ടും ചിന്തിക്കണം. ഇത് കണ്ടോ, ഇത് ബുദ്ധിരേഖയാണ്, ഇത് ആയുർരേഖയാണ്. അപ്പോൾ പുരുഷന്മാരുടെ എല്ലാം വലത് കൈ കൊണ്ടും സ്ത്രീകളുടെ എല്ലാം ഇടത് കൈ കൊണ്ടും ഞാനീ പറയുന്ന കാര്യം ചിന്തിച്ചോളണം. ഈ രേഖയിൽ ഇത് കണ്ടോ, ഈ ആയുർരേഖയിൽ ഇങ്ങനെ കുറുകെ രേഖകൾ വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക തടസ്സമാണ്. അങ്ങനെ രേഖകൾ തെളിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും സാമ്പത്തികമായ തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുക. ആ സമയത്തൊരു പ്രസ്ഥാനം തുടങ്ങുക, അങ്ങനെ ഏത് കാര്യങ്ങളും ചെയ്താലും സാമ്പത്തികമായ തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബുദ്ധിരേഖ, ഈ ബുദ്ധിരേഖയാണ്, ഇതെല്ലാവർക്കും അറിയാം, ബുദ്ധിരേഖയാണ്. ഈ ബുദ്ധിരേഖയിൽ ഇങ്ങനെ കുറുകെ ഒരു രേഖ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ
തൊഴിലിൽ പ്രതിസന്ധികൾ, തൊഴിലിൽ ഉയർച്ചയില്ലായ്മ, സാമ്പത്തിക പ്രതിസന്ധികൾ, കടങ്ങൾ കൊടുത്താലൊക്കെ തിരിച്ചു കിട്ടാൻ തടസ്സം, പൈസ അധികമായി നഷ്ടപ്പെടുക, തട്ടിപ്പുകളിൽ പോയി ചാടുക, ഇതൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകാം. നിർബന്ധമില്ല, ചില സാധ്യതകളാണ്. ചിലർക്കെങ്കിലും അത്തരം അനുഭവങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ അത്തരം അനുഭവം ഉണ്ടാകണമെന്നില്ല. ഇനിയും ഒരു കാര്യം വരച്ച് കാണിച്ചു തരാം. ഇപ്പം ഇരുന്ന് വരയ്ക്കുവാണ്, ഇപ്പം തന്നെ വരയ്ക്കുവാണ്. ഇതാണ് ഭാഗ്യരേഖ. ഇപ്പം ഈ വരച്ച ഇത് ഭാഗ്യരേഖ അല്ലെങ്കിൽ വിധിരേഖ എന്ന് പറയും. ഈ ഭാഗ്യരേഖയിൽ ഇതുണ്ടോ, ഈ കുറുകെ ഇങ്ങനെ വര വന്നു കഴിഞ്ഞാൽ കണ്ടല്ലോ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ധനപരമായ കാര്യങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകും, തൊഴിൽ തടസ്സം ഉണ്ടാകാം. പിന്നെ ഈ രേഖ ബുദ്ധിരേഖയിലേക്ക് കൂടി ഇങ്ങനെ കയറിയാൽ ദാമ്പത്തിക ജീവിതത്തിലും പ്രതിസന്ധികളും ആശയപരമായ വ്യത്യാസങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാം. അത് വലിയ രീതിയിൽ വളരാൻ നിങ്ങൾ അനുവദിക്കരുത്. അത് നിങ്ങൾ തന്നെ പരിഹരിക്കണം. അതിന് കൂവളത്തിലാർച്ചനയും ഐക്യമത്യാർച്ചനയും തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ ചെയ്യുന്ന നല്ലതാണ്. ഭാര്യയുടെ ഭർത്താവിൻ്റെ പേരിൽ വേണം ഐക്യമത്യാർച്ചന, ഭർത്താവിൻ്റെ പേരിൽ കൂവളത്തിലാർച്ചനയും പിന്നെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും, ഭാര്യയുടെയും ഭർത്താവിൻ്റെ പേരിൽ ഐക്യമത്യാർച്ചന തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ ശിവക്ഷേത്രത്തിൽ ചെയ്യുന്ന നല്ലതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ഇത് സാമ്പത്തിക തടസ്സം ഉണ്ടാക്കും, ഇതും സാമ്പത്തിക തടസ്സം ഉണ്ടാക്കും, ഇത് ഭാഗ്യ തടസ്സം ഉണ്ടാക്കും. അപ്പം ഇതിനു വേണ്ടി നമുക്ക് ഈ മന്ത്രം ജപിക്കാം. ഈ യവശിമന എന്ന മന്ത്രം നിങ്ങൾ രാവിലെ ജപിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ്. ഈ ഭാഗ്യ തടസ്സങ്ങളൊക്കെ മാറും. പിന്നെ ചിലർ നെറ്റിയുടെ ഇവിടം കണ്ടമാനം കുഴിഞ്ഞ് കാണാം. അതൊരു ചെറിയ രീതി, എല്ലാവർക്കും കുഴിവുണ്ട്, അതല്ല, ചിലർക്ക് നല്ല രീതിയിൽ കുഴിഞ്ഞ് കാണാം. അതൊരു ഭാഗ്യ തടസ്സം, ദാരിദ്ര്യം, ദുഃഖം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുടെ ലക്ഷണമാണ്. അതുപോലെ ചിലർക്ക് ഈ കൈയുടെ ഓട്ടക്കൈ ആയിരിക്കും, ഇവിടെ നല്ല വിടവായിരിക്കും, സാമ്പത്തികം നിലനിൽക്കത്തില്ല. അത് ഏറെക്കുറെ പലരിലും ശരിയായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ചിലരുടെ ഉള്ളം കൈ, എല്ലാവർക്കും കുഴിവുണ്ട്, പക്ഷേ ചിലർക്ക് സാമാന്യത്തിൽ കൂടുതൽ കുഴിഞ്ഞായിരിക്കും കാണുന്നത്. ഇതൊക്കെ ദാരിദ്ര്യത്തിൻ്റെ ചില ലക്ഷണങ്ങളാണ്. അങ്ങനെ ഉള്ളവരും ഈ യവശിമന എന്ന മന്ത്രം ജപിച്ചാൽ മതി. ഈ മന്ത്രം നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും ജപിക്കാം. രാവിലെ പണം ജപിച്ച് പേഴ്സിലെ ഈ പണം ജപിച്ച് പേഴ്സിൽ ക്യാഷ് വെക്കാം. നിങ്ങളുടെ വീട്ടിൽ അലമാരിയിൽ ക്യാഷ് വെക്കാം പച്ചപ്പട്ടിനകത്ത്. അത് ശനിയാഴ്ച ചെയ്യുക, ചൊവ്വാഴ്ചയും ചെയ്യുക. പണം വർദ്ധിച്ചു വരും, ഒരു സംശയം വേണ്ട, വിശ്വാസത്തോടെ ചെയ്താൽ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ സാമ്പത്തികം തരുമ്പോൾ ഭഗവാനോടുള്ള നന്ദി സൂചകമായി നിങ്ങൾ ചൊവ്വായും ശനിയും ഭഗവാൻ ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും പാൽപ്പായസവും ശിവന് കൊടുക്കുക. അമ്മയ്ക്കൊരു പിൻവിളക്കൂടെ കൊടുക്കുക. ഇത് നിങ്ങൾക്ക് സാധിക്കുന്ന പോലെ മാസത്തിലൊന്നോ ആഴ്ചയിലൊന്നോ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്താൽ മതി. നമ്മുടെ ഒരു നന്ദി സൂചകം. ഭഗവാനോട് അല്പം ഒരു പിടിപ്പണം, ഒരു ദക്ഷിണ നിങ്ങളുടെ കയ്യിലുള്ള പോലെ സമർപ്പിക്കുക. അപ്പോൾ അതിനനുസരിച്ച് എത്രയോ ഇരട്ടി ഭഗവാൻ തന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീരാനും പ്രതിസന്ധികൾ മാറാനും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഉപകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് ജീവിതം മാറ്റുന്നത്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞ് ശരിയായിട്ട് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ മാറ്റമുണ്ടാകും. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവശിവ.